വെച്ചുകൊണ്ടും നമ്മളൊക്കെ ഇപ്പോൾ ശരിക്കും പറയണം ജനപ്രതിനിധികളൊക്കെ അവരുടെ ഈ കാലയളവിൽ തന്നെ ഒരുപാട് യാത്രകളൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മളിപ്പോൾ പോകാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ യൗവനം നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നാടിനും വേണ്ടിയൊക്കെ ചെലവഴിച്ചുകൊണ്ട് വിശ്രമ ജീവിതം നയിക്കുന്ന നമ്മുടെ വയോധികരും അവരും ആദരിക്കപ്പെടേണ്ടവരാണ്, പരിഗണിക്കപ്പെടേണ്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഈ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനിയായ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് റഫീഖ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ബഡ്ജറ്റിന് തുക വരുമ്പോൾ നമ്മുടെ പ്ലാൻ ഫണ്ടിൽ ഇത്ര ശതമാനം തുക വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത്. അപ്പൊ അങ്ങനെ നിർബന്ധമായി മാറ്റിവെച്ച് പല പഞ്ചായത്തുകളും കട്ടിൽ കൊടുത്ത് പഞ്ചായത്തില് വയോജനങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പൊ കട്ടിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആസൂത്രണ സഭയുടെ അധ്യക്ഷ എന്ന നിലയ്ക്ക് ഞാൻ പറയാറുണ്ട്, ഇനി കട്ടിൽ കൊടുക്കരുത്. കാരണം ഈ കട്ടിൽ വേണ്ടാന്ന് തന്നെ ആൾക്കാർ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ ജില്ലയില് എല്ലാ പഞ്ചായത്തും, കാരണം എന്താ വെച്ചാൽ വയോജനങ്ങളുടെ പൈസ എന്തെങ്കിലും രീതിയിൽ ചെലവഴിക്കണല്ലോ. ഇവിടെ വയസ്സ് സൂചിപ്പിച്ച പോലെ ചിലരും മരുന്ന് വാങ്ങാൻ വേണ്ടി മാറ്റിവെക്കും. ഇങ്ങനെ പല രീതിയിലും മാറ്റിവെക്കുന്നുണ്ട്. പല ആളുകൾ നേത്ര പരിശോധന ക്യാമ്പ്, അങ്ങനെ പല കാര്യങ്ങളും മറ്റുള്ളവരുടെ സഹായത്തോടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് കയറുന്ന ആളുകൾ ഒരുപാടുണ്ടോ ഫ്ലൈറ്റില്? എല്ലാവരും ആദ്യമായിട്ടാണ്. ചിലരൊക്കെ ഇപ്പൊ ഉംറക്കൊക്കെ അല്ലെങ്കിൽ ഹജ്ജിനൊക്കെ പോയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ചോദിച്ചത്. അവരൊക്കെ ഒഴിവാക്കി. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ 70 ആളെ തെരഞ്ഞെടുത്തത്? ബാക്കിയുള്ളവരൊക്കെ നിങ്ങളോട് തെറ്റേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 70 ആള് നിങ്ങൾ പോയി നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ഇതേ ഏജിലുള്ള ഒരാൾക്ക് പോരാൻ പറ്റിയില്ലെങ്കിൽ ഭരണസമിതിയുടെ പ്രസിഡന്റിനും പ്രത്യേകിച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് ഞാൻ പറഞ്ഞു, ക്ഷേമത്തിന്റെ പണി വെറും പെൻഷൻ മാത്രം പാസ്സാക്കലല്ല, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പ്രോജക്റ്റുകളൊക്കെ വിഭാവനം ചെയ്യാനുള്ള നമുക്കൊരു വിഷനും മിഷനൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ഒരു ഭരണസമിതി. അല്ലാതെ നമ്മൾ റോഡ് ഉണ്ടാക്കി കൊടുക്കല്, അംഗനവാടി നിർമ്മിച്ചു കൊടുക്കല്, ഇതൊക്കെ ഈ പ്രസിഡന്റ് അല്ലെങ്കിൽ ഈ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിലും വേറൊരാൾ വന്നാലും ചെയ്യുന്ന പ്രവർത്തനമാണ്. റോഡ് ഉണ്ടാക്കി കൊടുക്കല്, അംഗനവാടി നിർമ്മിച്ചു കൊടുക്കല്, അതുപോലെ നമ്മുടെ സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തല്, മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ എല്ലാ ആളുകളും ചെയ്യുന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്ത് നമ്മളൊരു അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഭരണസമിതി ഈ ചെലമ്പ്രയിൽ ഉണ്ടായിരുന്നു എന്ന് നാളെ നിങ്ങളുടെ പേരക്കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അനുഭവമായിട്ട്. കാരണം നമ്മുടെയൊക്കെ വീട്ടിലെ വല്യമ്മമാരാണ് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോ അവരുടെ കാലത്തുണ്ടായ ഓരോ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞുതരും. അതേപോലെ ഈ വിമാനയാത്രയിൽ ഇപ്പൊ ബാംഗ്ലൂർ ആണെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ പോയി, ഞാൻ ബാംഗ്ലൂര് ഇത് കണ്ടിട്ടില്ല എന്നൊക്കെ തോന്നുന്നു. നിങ്ങൾ ഭാഗ്യം നടക്കും. ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ഞാൻ ഇപ്പൊ അടുത്ത് ഒരു യാത്ര നടത്തിയപ്പോ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയിട്ടുണ്ട്. അവിടുന്ന് വേറൊരു ഫ്ലൈറ്റിൽ അവിടുന്ന് ഒന്നിറങ്ങി മറ്റൊരു ഫ്ലൈറ്റിൽ ഏർപ്പെടുത്ത് തായ്ലൻഡിൽ പോയപ്പോഴാണ് അത് ഉണ്ടായത്. അങ്ങനെ പോയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോ എനിക്ക് സത്യത്തിൽ അവിടെ ഇറങ്ങിയിട്ട് ഇപ്പൊ ഞാനായിട്ട് ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണുന്നത്? അതൊക്കെ കേട്ടപ്പോ ഞാന് ആലോചിക്കാണ്, ഞാനതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഭാഗ്യം ചെയ്ത ആളുകളാണ്. അതോടൊപ്പം നിങ്ങൾ പോയി വന്നതിന് ശേഷമാണ് നിങ്ങളോട് റിവ്യൂ എടുക്കുമ്പോൾ നിങ്ങൾ അനുഭവം ഇവിടെ പറഞ്ഞ പോലെ മുതിർന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓമന പേരിട്ട് വിളിക്കുന്ന ഈ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോ നമ്മൾ എന്താണ് കണ്ടത്? ഗ്രീഷ്മ എന്ന് പറയുന്ന 24 വയസ്സുകാരിക്ക് തൂക്കുകയറ് വിധിച്ചത് നമ്മൾ എല്ലാ പത്രങ്ങളിലും ഫസ്റ്റ് വാർത്തയാണ്. 2025 ആദ്യത്തെ ഒരു വനിതക്ക് തൂക്കുകയറ് വിധിച്ചത് ഗ്രീഷ്മക്കാണ്. അപ്പോഴാണ് അതിന്റെ തൊട്ടപ്പുറത്തുണ്ട് ഇതുപോലെ വനിതയായിട്ടുള്ള ഒരാളും കൂടി അതിനകത്തുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ പല വാർത്തകളാണ് നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് തലശ്ശേരിയിൽ ഉണ്ടായത് സ്വന്തം മാതാവിന് മയക്കുമരുന്നിന് അടിമയായ ഒരു മകൻ വെട്ടിക്കൊന്നതാണ്. നമ്മള് ഒരു വെട്ടൊന്നല്ല, 10-20 വെട്ട് കൊടുക്കൊണ്ടൊരു ഉമ്മയെ, ജനിപ്പിച്ച ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ മകന് ഉള്ള ഒരു കേരളത്തിൽ ഇങ്ങനെ പലവിധ കാരണങ്ങൾ നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിലാണ് ഞാൻ ആളുകളെ നോക്കുക. ആ ഉത്തരവാദിത്തം കൃത്യമായിട്ട് ഇത് നമ്മൾ തിരിച്ച് നാട്ടിലെത്തുന്ന വരെയുള്ള നിർദ്ദേശം കേട്ടോ. പിന്നെ തണുത്തിരിക്കരുത്, തണുപ്പൊക്കെ മാറ്റിവെക്കുക. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് പെരയത്തെ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് ഫുൾ ഹാപ്പിനെസ്സോട് കൂടി ഈ ടൂറിനെ നേരിടുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മള് ചേലാമ്പ്രയെ ചരിത്രം കുറിക്കല്ല, അന്ന് ഇന്ത്യയിലെ ചരിത്രം കുറിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ ഒരു പഞ്ചായത്തും ഇതുപോലൊരു യാത്ര സംഘടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു മാതൃക അല്ലെങ്കിൽ ഒരു ചരിത്ര സൃഷ്ടിയായി ചേലാമ്പ്ര മാറുന്നു എന്നുള്ളതാണ്. അപ്പം ആ ചരിത്രം സൃഷ്ടിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പൊ ആ ഒരു ജാഗൃതി, ഞാൻ നാളെ ചരിത്രത്തിലേക്കുള്ള നടപ്പാണെന്നുള്ള ചിന്തയിൽ വേണം നടക്കാൻ. ഓക്കെ, അപ്പൊ
വരണം. പറഞ്ഞ കൃത്യമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ കൃത്യമായി കേൾക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്താണ്. അതോടൊപ്പം തന്നെ എല്ലാവരും നല്ല സന്തോഷം, ഈ സന്തോഷം എന്ന് പറഞ്ഞ സംഭവം മക്കളും മരുക്കളും ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ല, നിങ്ങൾ ഉണ്ടാക്കി തന്നെ വേണം. നിങ്ങളെ മനസ്സിലുള്ള സന്തോഷം ഉണ്ടല്ലോ, നിങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ഇന്ന് നമ്മൾ സന്തോഷിക്കാനാണ് ഇന്ന് മുതൽ വ്യാഴാഴ്ച രാവിലെ വരെ നിൽക്കുന്നത്. മനസ്സറിഞ്ഞ് സന്തോഷിക്കുക, അതിന് വേണ്ടതൊക്കെ ചെയ്യുക. സമയം പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. സന്തോഷത്തിന്റെ ഇടയിൽ എൻ്റെ മോന് വയ്യാഞ്ഞിട്ടും കൂടി ഞാൻ അതിന് പോരുകയാണ്. അത്രയും പേര് കൊടുത്തപ്പോൾ വളരെ സന്തോഷം. ഇങ്ങനത്തെ ഒരു പരിപാടി അല്ലെങ്കിൽ പഞ്ചായത്ത് ഇപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ വെക്കുന്നുണ്ട്. ഓരോ വയസ്സന്മാരും നന്നാരാളെ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഒരു അഭിമാനം തന്നെയാണ്. വിചാരിച്ചിട്ടില്ല ഇത് ആദ്യമായിട്ടുള്ളൊരു വിചാരമാണ്. ആദ്യമായിട്ട് കിട്ടിയൊരു ചാൻസാണ്. പക്ഷെ വളരെ ഉഷാറായിന്. ഞാൻ പിന്നെ അങ്ങനെ ടൂറിനൊക്കെ പോകലുണ്ട്. പക്ഷെ വളരെ സന്തോഷം. 71 വയസ്സാണ്. ഈ ഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും പോകാനും സാധിച്ചത് സന്തോഷം. വിമാനത്തിൽ കയറുന്നതിന് പേടിയുണ്ടോ? ഇല്ല. പോകുന്നു അത്രയല്ലേ പറയാൻ പറ്റും. ഭയങ്കര സന്തോഷത്തിൽ വളരെ പഞ്ചായത്ത് നേരത്തെ വിമാനത്തിൽ ഇങ്ങനെ കയറാൻ അവസരം കിട്ടുന്ന പ്രതീക്ഷയാണ്. കിട്ടില്ലെന്നൊന്നും വിചാരിച്ചില്ല. എന്തായാലും ഇങ്ങനെ കിട്ടിയതിൽ വളരെ ദിവസം. ഈ യാത്രയുടെ സംഘാടകർ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ഇപ്പം വലിയ ഒരുപാട് എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നിങ്ങളാണെങ്കിൽ ഒരു ഐഡിയ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് വയോജനങ്ങൾക്ക് ഒട്ടനവധി പദ്ധതികൾ ഈ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി. ഞങ്ങൾ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ നൂതനമായ ആശയങ്ങൾ ആരും ചെയ്യാത്തത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പഞ്ചായത്ത്. ഞങ്ങളെല്ലാ പദ്ധതികളും പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെ കാണാം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഈ പദ്ധതി വിമാനയാത്ര വെച്ചിരുന്നു. അന്ന് കലക്ടർ ഞങ്ങൾക്ക് അനുമതി തന്നു. അന്ന് ഞങ്ങൾ വന്ദേ ഭാരത് ടൂർ, വന്ദേ ഭാരത് ഇറങ്ങിയ സമയമായിരുന്നു. വന്ദേ ഭാരതിൽ ഞങ്ങൾ പോയി കപ്പൽ യാത്ര അടക്കം കൊച്ചിയിൽ പോയി നടത്തി ഇതേപോലെ 100ഓളം ആളുകളെ കൊണ്ടുവന്നു. അപ്പോൾ ഈ വർഷം ഞങ്ങൾ
instruction. They are supposed to follow it. Okay. Please don't use mobile phones there. Please switch off your mobile phone. Everybody's mobile phone and keep inside your bag. Okay. And while going assembly, please go in single line. Don't talk in between. Okay. Please maintain silence. You're all officers are working. Senior officers. Please maintain silence. Okay. Our parliamentary guide, Mr. Rajasekhar sir, he will explain you about the assembly hall, Vidhan Saudha, everything. And sir will try to translate you in Malayalam language. Okay. Please maintain little discipline. Okay. Inside, don't take any mobile photos. Camera people, they can take. കർണാടക നിയമസഭ നമ്മളെ നേരത്തെ പറഞ്ഞല്ലോ MLA പറഞ്ഞല്ലോ MLA-മാർക്ക് വോട്ട് ചെയ്യാറുണ്ടല്ലോ നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ? അപ്പോൾ അവര് മുഖ്യമന്ത്രി ആകുന്നത് നമ്മളെ MLA-മാര് വോട്ട് ചെയ്തിട്ടാണ് മുഖ്യമന്ത്രി. അപ്പോൾ MLA-മാരാണ് നിയമസഭയിൽ ഇരിക്കുക. അപ്പോൾ നമ്മളെ MLA-മാര് കേരളത്തിൽ തിരുവനന്തപുരത്ത് നിയമസഭയിലാണ് ഇരിക്കാറുള്ളത് അല്ലേ? ഇത് കർണാടക സ്റ്റേറ്റ് ആണ്. കർണാടക സ്റ്റേറ്റിലെ MLA-മാർ ഇരിക്കുന്ന സ്ഥലമാണ് ഇത് നിയമസഭ. ഓക്കെ ആദ്യം ചോദിച്ചതെന്നറിയോ? My humble salutations to you all. I welcome to this great hall, Karnataka Legislative Assembly. കർണാടക ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. At the outset, I am happy to see that the local body have taken the initiative, especially for the old age people, to explore the great city, Bengaluru. ഈ മുതിർന്ന പൗരന്മാരെ നമ്മളെ ഒരു ലോക്കൽ ബോഡി ഇങ്ങനെ കൊണ്ടുവന്നതിൽ അത് വലിയൊരു കാര്യമായിട്ട് കരുതാം. But before I give a brief introduction of this house, I want to tell few things about this monumental building, Vidhana Saudha. ഇതിനെപ്പറ്റി പറയുന്നത് വിധാൻ സൗധം എന്താണ്? Another Indian styled architecture in the country. It was the first building, an iconic building built here in Bengaluru. ഇന്ത്യൻ ക്ലാസിക്കൽ ചിത്രകലയുടെ ഒരു പ്രത്യേക സവിശേഷതയുള്ള ഒരു ബിൽഡിംഗ്. Vidhan Saudha is built with a granite rock. The length of the building is 720 feet, width is 360 feet, the height is 150 feet. സീറ്റിൻ്റെ കണക്കൊന്നും ഞാൻ പറയില്ല. ഒരു വലിയ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ബിൽഡിംഗാണ്. 720 അടി വിസ്താരത്തിലുള്ള എന്നതാണ്. It is a 3-storied building. We have a ground floor, first floor, second floor, third floor, built based on Indo-Neo-Dravidian style. ദ്രാവിഡൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ 3 നിലകളോടുള്ള ഒരു കെട്ടിടം. We have around 300 rooms. 300 റൂമുകൾ. We have both the legislature and the executive. The government and the legislature is in one building. That is a new concept, and therefore it is called Vidhana Saudha. ഗവൺമെൻറ് ഓഫീസേഴ്സും ലെജിസ്ലേറ്റീവും അതായത് മെമ്പർമാരും തെരഞ്ഞെടുത്ത മെമ്പർമാരൊക്കെ കുടക്കീഴിലുള്ള. And this is built by the second chief minister of Karnataka, Kengal Hanumantayya. കെങ്കൽ ഹനുമന്തയ്യ രണ്ടാമത്തെ ചീഫ് മിനിസ്റ്ററാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചത്. The foundation stone was laid down by Pandit Nehru in 1951, July 13th. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1951 ഇതിന്റെ തറക്കല്ലിട്ടത്. And it was completed on 1956, October 25th. It was completed. This building was completed and inaugurated by Dr. Rajendra Prasad. ഈ
ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അന്നത്തെ രാഷ്ട്രപതിയായിട്ടുള്ള Yes. രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് 1956 നവംബർ No, it's October 25th. ഒക്ടോബർ 20 ആണ് ഉദ്ഘാടനം ചെയ്തത്. You know what is the cost of this building? Was just 2 crores, 1.84 crore. The whole building, the cost of the building during that time, that is in 1956. I'm telling you, sir. 1956 ഏകദേശം 2 കോടി അന്ന് ചിലവായിട്ടുള്ളത്. 1956 എത്ര വർഷം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ചിലവ് എത്രയോ അധികം പതിന്മടങ്ങാണ്. Okay. In Karnataka, we have 2 houses. One is called lower house, other one is called upper house. This is called Karnataka Legislative Assembly, one of the biggest hall in the entire country way back from 1956. This inspired for Kerala to have a bigger than the assembly, and Kerala today happens to be one of the biggest legislative assembly in the country. അതായത് 1956 ഉണ്ടാക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ അസംബ്ലി ആയിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെയാണ് ഇത്. അതിൻ്റെ ശേഷം ഉണ്ടാക്കിയ അസംബ്ലി കേരളത്തിൻ്റെ അസംബ്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അസംബ്ലി. And the members are 224 members of this house. Among them, first I want to tell about my speaker, Honorable Speaker UT Khader is a speaker of this house. Yes, okay. UT Khader നമ്മളൊരു മലയാളി കൂടിയായിട്ടുള്ള UT ഖാദറാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്പീക്കർ. Our speaker has done 3 important things. One is the biggest door which you came there, which you had a photography, that is being done by UT Khader Saab. Next, artificial intelligence camera have been installed here in this house for the first time in the entire legislature. That is the second achievement. Third achievement, he has laid the preamble of the constitution. That is also the third achievement. Fourth is golden beading to all the desks of this entire hall. These are all the achievements, and he gives a gift for the new members who come very early to the assembly proceedings. And this hall is very unique in the entire country. It is built by structural engineering, where you don't find the pillars at all. Pillars you don't find, ma'am, the president ma'am, you don't find anywhere the pillars. And this happens to be very unique in the entire country. This is based on structural engineering. ഇത് അന്നത്തെ 1956 സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ആണ്. ഒരൊറ്റ പില്ലർ പോലും ഇല്ലാതെ ഇത്രയും ഏരിയയിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയത് അന്നത്തെ ഒരു അത്ഭുതമാണ്. You have been seated in India's largest gallery. Around 600 people at a time can sit and watch the proceedings of the house. അതായത് 600 ആളുകൾ ഗാലറിയിൽ ഇരുന്ന് കാണാനുള്ള വിശാലമായ സൗകര്യമുള്ള ഒരു ബിൽഡിംഗ് ആണ്. അത്രയും സൗകര്യമുള്ളത് വേറെ എവിടെയും. And we have a light of 1500 light. This is a compact light called the uniform intensity light, where you get a light of. ഇത് ട്യൂബ് ലൈറ്റ് ആണ്. പിന്നെ അസംബ്ലി ഇല്ല, ഒരു സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റമാണ്. And now the seating arrangement is being done as a horseshoe shaped arrangement of chairs. We have around 300 chairs, the capacity 300 chairs. The members are 224. Congress is the ruling party, opposition party is BJP and the JDS, and we have other members, the independent members too, and independent are two. Totally 224 members are there in the house, and presently the ruling party is a Congress party headed by Sri Siddaramaiah ji. അതായത് സിദ്ധാമരായി മുഖ്യമന്ത്രിയായിക്കൊണ്ടിട്ടുള്ള റൂളിംഗ് പാർട്ടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള 224 മെമ്പർമാരാണ് മൊത്തമായിട്ടുള്ളത്. അതിൽ 136 Congress, 36 മെമ്പർമാർ, 64 BJP, 64 BJP, 16 JDS, 16 JDS, 2 of them independent, 2 സ്വതന്ത്രന്മാർ ഉൾപ്പെടെയുള്ള 224 മെമ്പർമാരാണ് ഈ കർണാടക നേഷൻ. നമുക്ക് 140 ഉള്ളൂ. There is 140. Absolutely.
ഒരാളെ കാണാൻ നമുക്കറിയാം. അപ്പൊ ഒരാൾ തർപ്പയാളെ കുതിർന്നാൽ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഒരാൾ തർപ്പടിച്ചാൽ ഈ വന്നോടൊക്കെ ആയിരം ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ കോംപ്ലിമെന്റ്
അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നിടത്ത് നമ്മൾ പറഞ്ഞില്ലേ സൈഡിൽ അയലത്തുകാർക്കൊക്കെ 50